ഗൈസ് മെറ്റാലിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ കുറേ നാളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യൂട്യൂബറിനെ കാണാൻ പോവുകയാണ്, ഒരു സെലിബ്രിറ്റി. അപ്പോൾ നമ്മൾ അർജുൻ തോമസിനെ കാണാൻ പോവുകയാണ്. അത് അവിടെ ചെന്നിട്ട് വേണം നമ്മുടെ വണ്ടി റിവ്യൂ ചെയ്യിപ്പിക്കാൻ പുള്ളീനെ കൊണ്ട്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് പുള്ളീനെ കൊണ്ട് തന്നെ വണ്ടി റിവ്യൂ ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മളൊരു ഗ്യാരേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിൻ്റെ തിരിപ്പുണ്ട്. പിന്നെ അകത്തായിട്ട് നമ്മുടെ ബസ് ഇരിപ്പുണ്ട്, പിന്നെ ഒരു ചെറിയൊരു വീടിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കാറിലാണ്. നമ്മൾ ഏകദേശം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ചേർത്തലയിലാണ്. അവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അല്ലേ, 45 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ പുള്ളീനെ കാണാൻ പോവുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബറിനെ കാണാൻ പോകുന്നത്. അർജുൻ തോമസ് ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈകാസ്റ്റ് മോഡലുകളൊക്കെ ഒരുപാട് യൂട്യൂബിലിട്ട് നല്ല രീതിയിൽ ആരാധകരുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചേട്ടനെ കോൾ വിളിച്ചപ്പോഴൊക്കെ നല്ല സ്വഭാവമായിട്ട് നല്ല രീതിയിലായിട്ടാണ് നമ്മളെ പെരുമാറിയത്. നമ്മളായിട്ട് ചേട്ടൻ തന്നെയാണ് നമ്പരൊക്കെ തന്നിട്ട് ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ചേട്ടൻ്റെ അടുക്കേക്ക് ചെന്ന് ഇപ്പോൾ വന്നവടിക്ക് നമുക്ക് ചെറുതായിട്ടൊരു ഗേറ്റട കിട്ടി. ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല, നല്ല പോസ്റ്റാണ്. ഓ കുറേ വണ്ടികളൊക്കെ നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ട്രെയിൻ പോയി. ഒരു ട്രെയിൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇങ്ങോട്ടും പോയി, വീണ്ടും ലാഗ്. ടൈം ഒരുപാട് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ അർജുൻ ചേട്ടൻ്റെ ഓഫീസിലെത്തി കേട്ടോ. ഇപ്പോൾ അർജുൻ ചേട്ടൻ പുറത്തേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അർജുൻ ചേട്ടൻ്റെ കാറൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം ആരാധകരൊക്കെയുള്ള വണ്ടിയാണ്. ആണോ? ഫണ്ണസ് അറിയില്ല. ഇല്ല, എനിക്ക് ടൂറിസ്റ്റ് വണ്ടികൾ അറിയില്ല. നീ ഇപ്പം എത്ര നാളെ ചാനലുണ്ട്? വലിയ രീതിയിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. കോളേജിലൊക്കെ എല്ലാ ദിവസവും ക്ലാസ് പോകും. രാവിലെ എഴുന്നേറ്റ് രാവിലെ 6 മണിക്ക് വരുമ്പോൾ പോയി ഡോറൊക്കെ പറയാൻ. ഓക്കെ. ഒരു ബസ് റിവീൽ ചെയ്യാൻ പോണ ഏതാണ്? ഫണ്ണസിന്റെ ദശാവതാരം. നമ്മുടെ 3 ബസ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താമരാക്ഷൻ പിള്ള, പിന്നെ വണ്ണസ്, പിന്നെ ട്യൂസ്ഡേ ലൈറ്റ്സ്. ഈ ഒരു ബസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ അകത്ത് സ്പീക്കേഴ്സും ഇൻറ്റീരിയേഴ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ടൂറിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു പാട്ടുണ്ടല്ലോ, വേൽമുരുക, പ്ലേ ചെയ്യാൻ പോവാണ്. അടിപൊളി സ്പീക്കേഴ്സാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇതെല്ലാം ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ നമ്മുടെ താമരാക്ഷൻ പിള്ള ബസ്സിന് കൂട്ടായി ഒരു അടിപൊളി മെമ്പറും കൂടെ ടീമിൽ ജോയിൻ ചെയ്തു, വണ്ണസിൻ്റെ ദശാവതാരം. ഈ ഒരു ബസ് ഉണ്ടാക്കിയത് മംഗളം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന അതിൽ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ഫാനായി ആ ഒരു ബസ്സിനെ ഇൻസ്പയർ ചെയ്ത് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നത് ചില്ലറ കാര്യമല്ല. കാരണം ഇതിന് അത്യാവശ്യം നല്ല സമയമെടുക്കും. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഫോം ഷീറ്റിലാണ്. പല വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ബസ്സിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. രണ്ടാമത്തത് ഇതൊരു RC ബസ്സാണ്. അപ്പം നമുക്കിത് എവിടെ വേണേലും ഓടിച്ചുകൊണ്ട് പോകാം. ഈ ടൂറിസ്റ്റ് ബസ്സൊക്കെ കാണുമ്പോൾ പക്ക നൊസ്റ്റ അടിക്കുന്നു, പണ്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂർ പോയതോർത്ത്. അർജുൻ ചേട്ടൻ്റെ ഓഫീസിലേക്ക് നമ്മളെ വിളിച്ച് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി. ഇത് കണ്ട ഗ്യാരേജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡൈകാസ്റ്റ് മോഡലുകളും വണ്ടികളും ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാണ്ട് തന്നെ അവിടെ അർജുൻ ചേട്ടൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു, പിന്നെ ഞാൻ ശ്രദ്ധിച്ച്. പിന്നെ ഇത് കണ്ടോ, ഗ്യാരേജൊക്കെ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കോഴിക്കോടുള്ളത് ചേട്ടൻ ഉണ്ടാക്കി കൊടുത്താണെന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോട്ട് വീൽസ് കൊണ്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അത് നമുക്കിപ്പോൾ കാണാം. അത് ഞാൻ കാണിച്ചു തരാവേ. ഹലോ. ഇത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു.